എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഗാനം പരിചയപ്പെടാം നമുക്ക്. 1986 നഖക്ഷതങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു മനോഹരമായ ഗാനമാണിത്. ഇതിൻ്റെ ഈ മൂവി ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഹരിഹരൻ സാറാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് MT വാസുദേവൻ നായർ സാറാണ്. ആൻഡ് ഈ സോങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേരാണ്, വിനീത് മോനിഷ പേരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബോംബെ രവി സാറാണ്. ഇത് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ONV കുറുപ്പ് സാറാണ്. ആൻഡ് ഇത് ആലപിച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്രാമ്മയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കെല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ അടുത്തതാണ്. അതായത് എപ്പോഴും ഒരു പാട്ട് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് നമുക്കെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അപ്പോൾ ഒരു പാട്ട്, എല്ലാ പാട്ടുകളും ഒരു പെർട്ടിക്കുലർ രാഗ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു രാഗത്തു നിന്നായിരിക്കും ഒരു പാട്ട് ഉത്ഭവിക്കുന്നത്, എല്ലാ പാട്ടുകളാവട്ടെ. അപ്പോൾ അതേത് രാഗമാണ്, അതെങ്ങനെയാണ് ഒരു സോങ്ങിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പാട്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ പാട്ടൊന്ന് പാടാം. അതിനുശേഷം ഇതിൻ്റെ ഈ മോഹനം രാഗമാണ് ഈ പാട്ട്. ഓക്കെ, അപ്പോൾ ഈ മോഹനം രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം എന്താണ് എന്നുള്ളത് അടുത്തത് പറയുന്നതാണ്. അതിനുശേഷം എങ്ങനെയാണ് ഈ മോഹനം രാഗം സ്വരസ്ഥാനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഈ സോങ്ങിൻ്റെ സ്ട്രക്ചർ, അതായത് നമ്മളുടെ ഒരു സ്വര സ്ട്രക്ചർ എന്താണ് ഈ പാട്ടിൻ്റെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കെപ്പോഴും ഒരു സ്വരം വെച്ചിട്ട് നമുക്കൊരു പാട്ട് പാടാം. അപ്പോൾ സ്വരസ്ഥാനങ്ങളാണ് എല്ലാത്തിൻ്റെയും ബേസ്. ആ സ്വരങ്ങൾ വെച്ചിട്ടാണ് ഒരു പാട്ടുണ്ടാക്കുന്നത്. ആ പാട്ടിന് ശേഷമാണ് നമ്മൾ ലിറിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അതിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന ഒരു കാര്യം ലിറിക്സാണ്. അപ്പോൾ പാട്ടെപ്പോഴും കമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈണം എപ്പോഴും ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, അതിനൊരു സ്വരസ്ഥാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ സ്വരസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നോ, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. മോഹനം രാഗം ബേസ് ചെയ്തിട്ടുള്ള പാട്ടാണ് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ മോഹനം രാഗത്തിലുള്ള ഈ സ്വരങ്ങൾ ഈ ഒരു സോങ്ങിൽ അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം നോക്കേണ്ടതാണ്. അതായത് സരി ഗ പ ധ സ, ഇതാണ് മോഹനത്തിൻ്റെ ആരോഹണം. സ ധ പ ഗ രി സ, ഇതാണ് മോഹനം രാഗത്തിൻ്റെ അവരോഹണം. ഇത് ആരോഹണം അവരോഹണം കൂടെ ചേർത്ത് പാടുമ്പോൾ സരി ഗ പ ധ സ, സ ധ പ ഗ രി സ. ഇതിൻ്റെ പല കാലങ്ങളിലായിട്ട് പാടുമ്പോൾ സരി ഗ പ ധ സ, സ ധ പ ഗ രി സ, സരി ഗ പ ധ സ, സ ധ പ ഗ രി സ, സരി ഗ പ ധ സ, സ ധ പ ഗ രി സ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പല കാലങ്ങളായിട്ട് പല സ്പീഡ് ചെയ്ത് നമുക്കിത് പാടി നോക്കാം. അപ്പോൾ പക്ഷേ നമ്മളുടെ ഈ മോഹനം രാഗം എങ്ങനെയാണ് നമ്മളുടെ ഈ മഞ്ഞൾ പ്രസാദവും എന്ന സോങ്ങിൽ എങ്ങനെയാണ് ഇത് മാജിക്കൽ ആയിട്ട് വന്നിരിക്കുന്നത്, ഇതിൻ്റെ സ്വരങ്ങൾ എന്താണ്
എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫേസ്റ്റിൽ തന്നെ നമുക്കെപ്പോഴും പ്ലെയിൻ നോട്ട്സാണ് എടുത്ത് പാടേണ്ടത്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പാടാൻ എപ്പോഴും പാടുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് പാടേണ്ടത്. പക്ഷേ എപ്പോഴും നമ്മൾ സ്വരസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രൈറ്റ് നോട്ട്സാണ് എടുക്കേണ്ടത്. മഞ്ഞൾ പ്രസാദവും അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. അപ്പോൾ ഇത് ലിറിക്കലി നല്ല വിയേർഡാണ് കേൾക്കാനായിട്ട്. പക്ഷേ നമ്മൾ ലിറിക്കില്ലാത്ത താരാറാറ വെച്ച് പാടുമ്പോൾ തരാറാറാ തരറ തരറ താര തരറ തര താര താര എന്ന് പാടുമ്പോൾ നമുക്കെപ്പോഴും താരാറാറ വലിയ കുഴപ്പമില്ല. പക്ഷേ ലിറിക്സിൽ പാടുമ്പോൾ നമുക്കതിനെ റൗണ്ട് ചെയ്യാതെ പാടുമ്പോൾ ഒരു വിയേർഡ്നെസ് തോന്നും. പക്ഷേ നമുക്കെപ്പോഴും സ്വരസ്ഥാനം കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമുള്ളൊരു മാർഗ്ഗമാണത്. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ പാട്ടുകളും എന്തൊരു മൂളൽ പോലും നമുക്കൊരു സ്വരമാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്, മഞ്ഞൾ മഞ്ഞൾ. അപ്പം നമ്മൾ ഈ മഞ്ഞൾ ഈ കംപ്ലീറ്റ് സ്വരങ്ങൾ സരിഗ പദ സ സദ ബഗരി സ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ നിന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾ സ, അപ്പോൾ സാ ഫസ്റ്റ് അല്ല, സരി, അടുത്ത നോട്ട് രീ. അപ്പോൾ രീയിൽ രീ ത കറക്റ്റാണ്. അപ്പോൾ അടുത്ത നോട്ട് താര ആണ്. അപ്പോൾ പാടി നോക്കുക, സ അല്ല രീ അല്ല ഗ. അപ്പം അതെ, അപ്പോൾ രീ ഗ. അപ്പോൾ നമുക്ക് കിട്ടി, രീ ഫസ്റ്റ് കിട്ടി. അടുത്തത് ത ര എന്നുള്ള നോട്ടാണ് വേണ്ടത്. മഞ്ഞൾ എന്നല്ലേ. അപ്പം ആ നോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സരിഗ, പിന്നെ നമ്മൾ സ്ട്രക്ചറിലേക്ക് പോവാം, സരിഗ പദസയിലേക്ക് പോവാം. അങ്ങനെ സ അല്ല രീ അല്ല ഗ. അപ്പോൾ ത ആ നോട്ട് ഗ ആണ്. അപ്പോൾ രീ ഗ കിട്ടി. ഇനി തരര, പിന്നെ ആ ഫസ്റ്റത്തെ നോട്ട് തന്നെയാണ് പിന്നെയും വരുന്നത്. അപ്പോൾ സരിഗ രീ, പിന്നെയും രീ വന്നു. അപ്പോൾ രീ ഗ രീ തര തര എന്നാ നോക്കുക. അപ്പോൾ സ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് സ സ. അപ്പോൾ രീ ഗ രീ സ സ എന്നുകൊണ്ട് അങ്ങനെയാണ് ഓരോ നോട്ടും ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ നോട്ട്സ് എന്തൊക്കെയാണെന്നൊന്ന് പാടി നോക്കാം. രി ഗ രി സ സ രി സ ധ ധ സ സ രി രി ഗ പ ഗ രി സ ധ രി സ സ സ രി ഗ രി സ സ രി സ ധ ധ സ സ രി രി ഗ പ ഗ രി സ ധ രി സ സ സ ഗ പ പ പ പ ധ പ ഗ ഗ പ പ പ പ ധ പ ഗ ഗ പ ധ സ രി ഗ പ ധ സ സ രി സ സ സ സ ധ ധ പ പ ഗ ഗ രി സ സ ഗ രി സ ധ രി സ സ സ ധ സ ധ സ ധ സ ധ പ ഗ രി സ സ ഗ രി സ ധ രി സ സ സ ഗ പ ധ സ ധ ധ പ പ ഗ രി സ ഗ രി സ ധ രി സ സ സ. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരണം. ഞാനൊന്ന് വെറുതെ സ്ട്രക്ചർ നോട്ട് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കും നോട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ആരോഹണം അവരോഹണം നമ്മൾ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വെച്ചിട്ട് ആരോഹണം അവരോഹണം നമ്മളുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ നോട്ടും നമുക്കറിയാം. ഇപ്പം സരി ഗ പ ധ സ സ ധ പ ഗ രി സ എന്ന് പറയുന്ന ഓരോ നോട്ടും നമുക്കറിയാം. അപ്പോൾ ആ നോട്ട്സ് വെച്ചാണ് നമുക്ക് ഈ എല്ലാ സോങ്ങിൻ്റെയും നൊട്ടേഷൻ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഫിലിം സോങ്ങിൻ്റെയും നൊട്ടേഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ മഞ്ഞൾ പ്രസാദത്തിൻ്റെ ഈ ഒരു നൊട്ടേഷൻ ഇതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പാട്ടിൻ്റെ നൊട്ടേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പാട്ടായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.